കാലത്ത് തന്നെ നേരം വെളുക്കുവാണല്ലോ ദൈവമേ. ഡാ അജു, നീ ഇത് രാവിലെ ആരെങ്കിലും അടിക്കാൻ പോകുന്നുണ്ടോ? ഇല്ല. എന്താ? പിന്നെ നീ എന്തിനായി പ്രാക്ടീസ് ചെയ്യുന്നേ? അതൊന്നും നിനക്ക് മനസ്സിലാകില്ല. അതെന്താടാ എനിക്ക് മനസ്സിലാകാത്തെ? അതിനിത്തിരി കഴിവ് വേണം. അത് നിനക്കില്ല. ആര് പറഞ്ഞ്? എനിക്ക് കഴിവൊക്കെ ഉണ്ട്. ഓ അതെയോ? എന്താ താങ്കളുടെ കഴിവ്? ഞാൻ എൻ്റെ കഴിവുകളൊന്നും അങ്ങനെ പുറത്തെടുക്കാറില്ല. അതാ നല്ലത്. ഗൗതം, ദാ ചായ. ദാ വരുന്നു ശ്രീതു. പോട്ടേടാ ആനിയ. ഓ ആയിക്കോട്ടെ ചേട്ടാ. മനോജ, ഞങ്ങൾ പോയിട്ട് വരാവേ. രണ്ടെണ്ണത്തിന് ഈ ഇടയായിട്ട് ഇത്തിരി കറക്കം കൂടുന്നുണ്ട്. അതെന്തു പറച്ചില്ല മനോജ, ഇപ്പോഴൊക്കെ അല്ലേ ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റൂ. ഭയങ്കര എൻജോയ്മെന്റാ. എന്റെ ആമി, നീ എന്തിനീ ഈ ഓൾഡ് പീപ്പിൾസിനോട് സംസാരിച്ച് സമയം കളയുന്നേ? വാ നമുക്ക് പോവാം. ബൈ ടാറ്റാ അമ്മ. ഇന്നലെ നടന്ന കാര്യം ആമിയോട് പറഞ്ഞാലോ? നീ എന്തായി ചിന്തിക്കുന്നേ? അതാമി, നമ്മുടെ ആ കൊട്ടാരത്തിലെ രാജകുമാരിമാർക്ക് എന്തോ വലിയ ആപത്തുണ്ടായെന്നാ എനിക്ക് തോന്നുന്നേ. ശരിയാ, എനിക്കും അതാ തോന്നുന്നേ. എന്നാലും എന്റെ ഗൗതമേ, ആടാ നീ ഇവന്റെ കൂടെ ചേർന്ന് എന്നെ കളിയാക്ക്. അല്ലേലും നമ്മളെ ഒന്നും ആർക്കും വേണ്ടല്ലോ. ഗൗതം, ഇങ്ങ് വന്നേടാ. കേട്ടോടാ, എന്റെ ശ്രീധുവിന് മതി എന്നെ. എന്റെ കൊച്ചിന് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ. അപ്പൊ ചേട്ടൻ പോയിട്ട് വരാമേ. എന്താ ശ്രീധു വിളിച്ചേ? ഗൗതം, ദായി കിടക്കുന്ന വിറകൊക്കെ ഒന്ന് കീറിയിട്ടേടാ. എന്താ? നീ കേട്ടില്ലേ? ഈ വിറകൊക്കെ ഒന്ന് കീറിയിടാൻ. ഞാനോ? ആ നീ തന്നെ, പെട്ടെന്നാവട്ടെ. അല്ല ഞാൻ പോയാ. എന്തൊക്കെയായിരുന്നു. ഒറ്റ നിമിഷം കൊണ്ട് അവളെല്ലാം തകർത്തു കളഞ്ഞില്ലേ. ഓയ് ചേട്ടോയ്. ഓ ഇവന്മാരിവിടെ ഉണ്ടായിരുന്നോ? ഇപ്പൊ മനസ്സിലായി അവൾക്ക് നിന്നോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന്. എന്നാലും ഇത് വല്ലാത്തൊരു സ്നേഹമായി പോയി. അതെന്താണെന്നറിയോ? ഈ വീട്ടിലെ എനിക്ക് മാത്രമേ ഇത്തിരി ആരോഗ്യമുള്ളൂ. നിന്റെയൊക്കെ ഈ പുറമേയുള്ള തടി കൊണ്ട് ഒന്നിനും ഒരു ഗുണവും ഇല്ലെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് അവൾ എന്നോട് വിറക് കീറാൻ പറഞ്ഞത്. ഓ അതെയോ? വിട്ടേരടാ ഇതിനെ. എൻ്റെ ഏട്ടൻ അങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് സമാധാനിക്കട്ട്. ഡാഡാ പോയേ. ഓ ഞങ്ങള് പോവാണേ. ചെടികളൊക്കെ അങ്ങ് വാടിപ്പോയി. അതെങ്ങനെ? ഇവിടെ 3 തടിമാന്മാരുണ്ടല്ലോ, അവർക്ക് ഇതിനൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചാൽ എന്താ? അല്ലേലും എല്ലായിടത്തും എൻ്റെ കൈ തന്നെ എത്തണമല്ലോ. എന്താ ശ്രീതു ഒറ്റയ്ക്കിരുന്ന് പരാതി പറയുന്നേ? എന്ത് ചെയ്യാനാമോ? എൻ്റെ പരാതി കേൾക്കാൻ ഇതുങ്ങളെ ഉള്ളിപ്പോ. ആര്? ഈ ചെടികളോ? അതെ. നിനക്കെന്ത് വയ്യേ? നിങ്ങൾ അകത്തേക്ക് വാ. നിങ്ങൾ പൊക്കോ, ഞാനിപ്പോ വരാം. നീ ഇതെവിടെ പോന്നാമി? അതൊക്കെ ഉണ്ട്, നിങ്ങൾ ചെല്ല്. ശരി, വാമു. എന്ത് പാടായി വിറക് കീറാൻ. എന്നാലും ആ ബാഹുബലി സമ്മതിക്കണം. ഒറ്റ വെട്ടിലല്ലേ ആ തടിക്കഷ്ണങ്ങളെ 2 പീസായി പോയത്. ഗൗതം, കാലം ഏതൊരു ധീരുവിനും വീരനാകാൻ ഒരു അവസരം നൽകാറുണ്ട്. ആ അവസരമാണിത്. ജയ് മഹിമതി. ഹലോ ഗൗതം. എന്താ ഇവിടെ ചെയ്യുന്നേ? ഞാൻ ഇവിടെ അരിയും കൂട്ടാൻ വെച്ച് കളിക്കുക. ഓഹോ, ഇപ്പൊ ഇങ്ങനാണല്ലേ അരിയും കൂട്ടാനൊക്കെ വെച്ച് കളിക്കുന്നത്? നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അല്ല, പതിവില്ലാത്ത കാഴ്ചകൾ കണ്ടപ്പോ വന്ന് നോക്കിയതാ. ഓ കണ്ടു കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ പൊക്കോ. ഞാൻ പോവാ. യു കണ്ടിന്യൂ. ഇവള്. ശ്രീതു കഴിഞ്ഞു. ആനന്ദവർമ്മ. അമ്മു, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? അത് പിന്നെ അമ്മു, നിന്റെ ചേച്ചിക്ക് ഇത്തിരി അഹങ്കാരമുണ്ട്. അത് അവളോട് കുറയ്ക്കാൻ പറഞ്ഞേക്ക്. ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ഒരു മാറ്റമില്ല, അതേപോലെ തന്നെ.
എന്ത് ചൂടാ. ഹലോ ഗൗതം. അമ്മു, നീ എന്താ ഇവിടെ? ആ എന്താ? അല്ല, കുറച്ചു മുന്നേ നീ കിച്ചന്റെ വാതിലുണ്ടായിരുന്നല്ലോ, പിന്നെ നീ എങ്ങനെ ഇവിടെ എത്തി? നീ ഇതെന്ത് തേങ്ങ പറയുന്നേ? അതമ്മു ചിലപ്പോ കുറച്ചു നേരം വെയിലത്ത് നിന്നതിന്റെ ആയിരിക്കും ഇങ്ങനെ ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്. നീ പോടി. അമ്മു, ഞാൻ പറഞ്ഞ സത്യവാ. ഇനി വിദ്യയാണോ ഇവൻ കണ്ടത്? അതിന് വിദ്യ ഇവിടെ ഇല്ലല്ലോ. അമ്മു, നീ ഇതെന്ത് നോക്കുവാ? അത് ഗൗതം നിനക്ക് തോന്നിയതായിരിക്കും. നീ ചെല്ല്, പോയി ഫ്രഷ് ആക. ശരി. ഓ, ചെടി നനച്ചോണ്ടിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. മോളെ അമ്മു, നീ എനിക്ക് സഹായം ചെയ്യോ? എന്താ? നീ ഈ ചായ അർജുനൊന്നും കൊണ്ട് കൊടുക്കുവോ? ഞാനോ? അതും അയാൾക്കോ? ഒന്നു കൊടുത്തതിന്റെ ക്ഷീണം ഇതുവരെയായിട്ട് മാറിയിട്ടില്ല. എന്താ അമ്മു? അതെനിക്കൊന്നും പറ്റത്തില്ല, നീ തന്നെ കൊണ്ട് കൊടുത്താൽ മതി. എടി അങ്ങനെ പറയാതെ, എൻ്റെ മുത്തല്ലേ, ഒന്ന് കൊണ്ട് കൊടുക്കടി പൊന്നെ. ശരി, ഞാൻ കൊണ്ട് കൊടുക്കാം. അതാണ് എൻ്റെ അമ്മ. ഇയാളിത് എവിടെ പോയി? നീ എന്താ ഇവിടെ? അത് ചായ കൊണ്ടുതരാൻ വന്നയാ. നോക്കണ്ട, ശ്രീത് പറഞ്ഞിട്ടാ. പറയാൻ പറ്റില്ല, നീ ആയോണ്ട് ചായയിൽ വല്ലതും കലർത്തിയാലോ? എന്നാ ഇയാൾ ചായ കുടിക്കണ്ട, ഞാൻ പോവാ. ഏയ് നിക്ക്. കായ് വിട അർജുൻ. ഇല്ല. കഴിഞ്ഞ തവണ കിട്ടിയത് പോരെ? ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ പട്ടിയെ പോലെ കിടന്ന് മുങ്ങിയതാരാന്ന് ഓർമ്മയുണ്ട്. നിനക്ക് ഓർമ്മയില്ലേ? അത് പറഞ്ഞപ്പോഴാ എന്റെ ഫസ്റ്റ് കിസ് അതാണ് എടുത്തത്. നീ പറയുന്നത് കേട്ടാ ഞാൻ വഴി കാണുന്നവരെല്ലാം ഒമ്മിച്ചോണ്ട് നടക്കുവാണെന്നാണല്ലോ. അങ്ങനെ ഒരു സംശയമില്ലാതില്ല. ഡി വിടോ? ഇല്ലെങ്കിൽ ഞാൻ ഒച്ച വെക്കും. എന്നാ നീ ഒന്ന് ഒച്ച വെക്കൂ. താനെന്താണോ എന്നെ ശ്വാസം മുടിച്ച് കൊല്ലുവോ? ആമി, നീ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? നിന്നിഴൽ പോലെ കൂടെ വരാം ഞാൻ, നീ എൻ്റെ സൂര്യനല്ലേ. വേളി നീലായി തേടി വരാം ഞാൻ, നീ എൻ്റെ സന്ധ്യയല്ലേ. അന്നഗ്രഹാര രാത്രിയിൽ തേരുവന്നപ്പോൾ കരതാരിൽ നമ്മൾ മൺചെരാതും കൊണ്ടു നടന്നില്ലേ. തിരിയൂതി മെല്ലെ നെഞ്ചിൽ ചേർത്തില്ലേ. ചെന്താർമിഴി പൂന്തേൻ മൊഴി കണ്ണീനു കണ്ണാമൻ കൺമണി. കണ്ണൂഞ്ചലാടും മങ്കൈ മണി, നീ മാർഗഴിത്തിങ്കളിൻ മധുമലർമണി തൊട്ടിലെ പൊന്മാനോ പാൽക്കന. അർജുൻ. എന്താ അമ്മി, ഇവളുടെ പേടിയൊക്കെ മാറിയോ? പേടിയോ? ആർക്ക് പേടി? ഇനി എനിക്ക് പേടിക്കേണ്ട ഒരാവശ്യമില്ല. അതെന്താ? അതൊന്നുമില്ല. മതി സംസാരിച്ചത്, ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി പറയാം. ആമി, അമ്മു വാ. വേണ്ടടി, ഞങ്ങൾ കഴിച്ചിട്ടാവുന്നത്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഒരിത്തിരിയെങ്കിലും കഴിക്കുക, വാ. ഇന്നലെ നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ അമ്മി? ഏയ്, ഒരു കുഴപ്പമില്ലായിരുന്നു ജിതൻ. ഇതൊക്കെ നിങ്ങളെ വെറുതെ തോന്നല, അങ്ങനെയൊന്നും ഇല്ല. എനിക്കും ഇപ്പൊ അങ്ങനെയാ തോന്നുന്ന ആമി. വെറുതെ ഇവന്റെ വാക്ക് കേട്ട് ഇറങ്ങി തിരിക്കണ്ടായിരുന്നു. ബെസ്റ്റ്. ഗൗതമിന്റെ വാക്ക് കേട്ട് ആരെങ്കിലും ഇതിനെ ഇറങ്ങി തിരിക്കും. നീ കൂടുതൽ ഡയലോഗ് അടിക്കണ്ട. പിന്നെ ഞാൻ പറഞ്ഞത് സത്യവാ. അന്ന് ലൈബ്രറി വെച്ചുണ്ടായ സംഭവം നിങ്ങൾ കണ്ടതല്ലേ? അതുമാത്രമല്ല, ഇന്ന് കിച്ചന്റെ വാതിലിൽ ഇവള് നിപ്പുണ്ടായിരുന്നു. ആ സെയിം ടൈമിൽ ഞാൻ ഹാളിൽ ചെന്നപ്പോൾ അവള് ഹാളിലിരിക്കുന്നു. അതെങ്ങനെ പറ? ഈ ഒരേ സമയത്ത് അവിടെ ഇവിടെ കാണും. ഇവളാരെ നന്ദനത്തിലെ കുമ്പിടിയാ? മതി സംസാരിച്ചത്, നീ ആദ്യം ആ ഫുഡ് കഴിക്കേ. അമ്മു, എനിക്ക് നിന്നോടാ പറയാനുള്ളത്. നിന്നെ ചുറ്റിപ്പറ്റി നടക്കുന്ന ആ ആത്മാവ്, അവൻ അല്ലെങ്കിൽ അവൾ ഭീകരിയാണ്.
നിന്നെ എന്തും ചെയ്തേക്കാം. സോ ബി കെയർഫുൾ അമ്മു, ബി കെയർഫുൾ. ഇനിയെല്ലാം പുട്ട് കഴിച്ചിട്ട് സംസാരിക്കാം. അമ്മേ, എലി. ഉം. ആ, നീ എന്തിനാ അമ്മു ചിരിക്കുന്നത്? ആ, അത് എന്താ അമ്മു, നീ ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? ഞാൻ അമ്മു, നിന്നോടാ ഞാൻ ചോദിച്ചത്, സത്യം പറ. ഞാൻ പറഞ്ഞു തന്നാ മതിയോ അർജുൻ? ആരാ? ഞാൻ കുന്തളദേശത്തെ ഇളയകുമാരി വിദ്യ. വിദ്യ എന്ന് വിളിച്ചോളൂ അർജുൻ. ആ, വിദ്യ എന്തിനാ അമ്മുവിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നേ? അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാകും. ഇനി നിങ്ങൾ 4 പേരും സൂക്ഷിക്കണം. ഏതു വഴി അപകടം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ടത് ചേച്ചി അല്ല, ആമി അമ്മുവാണ്. അതെന്താ? അതൊക്കെ ഞങ്ങളെക്കുറിച്ച് അറിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. വൈകാതെ തന്നെ നിങ്ങൾ അറിയും. ഞാൻ ഉണ്ടാവും നിങ്ങളുടെ കൂടെ. എന്തിനേയും നമുക്ക് ഒരുമിച്ച് നേരിടാം. എന്തു പറ്റി? ഒന്നുമില്ല. ഇതാരാ? ആ, നീ ചെന്ന് നോക്ക്. ഞാൻ പിന്നെ വരാം. അല്ല, അത് പോയാ? അമ്മാവാ? അമ്മാവനെന്താ ഇവിടെ? എന്താ അജു, എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ? അതല്ല, അമ്മാവൻ വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ, അതാ ചോദിച്ചേ. അത് നിന്റെ അമ്മ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടെ, നിങ്ങളിവിടെ ഓക്കെ ആണെന്നൊക്കെ നോക്കാൻ. ഓ, ഈ അമ്മയുടെ ഒരു കാര്യം. ഇവരൊക്കെ ആരാ? ഇവര് ഞങ്ങളുടെ ഫ്രണ്ട്സാണ്. ഇത് ആമി, ഇത് അമ്മു. അമ്മാവൻ വാ, ഞാൻ റൂം കാണിച്ചു തരാം. ആ, എന്നാ ഞങ്ങൾ പോവാ. അനുമ്മ അവിടെ നോക്കിയിരിക്കുമായിരിക്കും. ആ, സൂക്ഷിച്ചു പോ. ഇതെന്താ വരാത്തേ? ഇന്ന് വരില്ലേ? ഷോ, അമ്മോ. ആ, നീ കിടന്നില്ലേ? ഇല്ല. അല്ല അമ്മി, നീ എന്താ ഇവിടെ? ഞാൻ ഇനി മുതൽ നിന്റെ കൂടെ കിടക്കുന്നത്. എന്റെ കൂടെയോ? അതൊന്നും പറ്റില്ല, നീ റൂമിൽ പോയേ. ഇല്ല, ഞാൻ പോയില്ല. ആമി എന്താ ഇവിടെ? ചേച്ചി എന്താ ഇവിടെ? അത് ഞാൻ ഇവക്ക് കൂട്ടിന് വന്നയാ. എനിക്ക് കൂട്ടൊന്നും വേണ്ട, നീ പോയേ ആമി. ചേച്ചി ഇവിടെ കിടക്കട്ടെ അമ്മു. ഐ ശരി, അതൊക്കെ നിങ്ങളെ വീട്. ഇന്ന് അർജുന്റെ വീട്ടിൽ ആരാ വന്നേ? അത് അർജുന്റെ അമ്മാവനാ, ചന്ദ്രശേഖരൻ. അല്ല, നീ ആ സമയത്ത് എവിടെ പോയി? അതൊരാവശ്യം ഉണ്ടായിരുന്നു. ഓ, എടി അമ്മു, ഇന്നലെ മുങ്ങിയ ആളെ ഇതുവരെയായിട്ട് പൊങ്ങിയില്ലേ? ഗൗതം? ആ, ഇവിടെ ഉണ്ടായിരുന്നോ? അതെ. അല്ല, ഇങ്ങനെ ഇരുന്നാ മതിയോ? കണ്ടുപിടിക്കണ്ടേ? എന്ത്? എടി പൊട്ടി, ഇവരുടെ കഥ. അതെന്തിനാ ഇനി കണ്ടുപിടിക്കുന്നേ? ദേ, നേരിട്ടങ്ങോട്ട് ചോദിച്ചാ പോരെ. ആ, ബെസ്റ്റ്. ചോദിക്കേണ്ട താമസം. ഇപ്പൊ പറഞ്ഞുതരും. നീ പോടാ. വിദ്യ, എന്താണ് നിങ്ങളുടെ കഥ? അത് ഞാൻ പറയില്ല, നിങ്ങൾ സ്വയം കണ്ടെത്തേണ്ടതാണ്. ആണോ? ശരി, എന്നാ ഞങ്ങൾ കണ്ടെത്തിക്കോളാം. ഇനി നമ്മുടെ മുമ്പ് 2 വഴികളേ ഉള്ളൂ. ഒന്ന് ആര്യപുരം കൊട്ടാരം, 2 കുന്തളദേശ കൊട്ടാരം. ഗുരുജി, എന്താണ് ലോക്ക് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ ആര്യപുരം കൊട്ടാരം, ഓപ്ഷൻ ബി കുന്തളദേശ കൊട്ടാരം. പറയൂ എന്റെ പൊന്നു വിദ്യ, ഒന്ന് പറയൂ. എവിടാണോ തുടങ്ങിയത് അവിടെ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഉണ്ടാകും ഗൗതം. ഇതാണോ ക്ലൂ? അതെ. നല്ല ബെസ്റ്റ് ക്ലൂ. എവിടാണോ തുടങ്ങിയത് അവിടെ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഉണ്ടാകും. തുടങ്ങിയത് കുന്തളദേശം. കിട്ടി. എന്താ? കുന്തളദേശം. ശരിയാണോ ഗുരുജി വിദ്യ? ഞാൻ പറയില്ല. ദുഷ്ട. നിങ്ങളെ വാ, നമുക്ക് അവിടെ പോയി നോക്കിയിട്ട് വരാം. അല്ല അമ്മേ, നിങ്ങൾ അവിടെ പോയി നോക്കിയതല്ലേ? ഞങ്ങൾക്ക് കൊട്ടാരം മുഴുവൻ നോക്കാൻ സമയം കിട്ടിയില്ല ജിതൻ. എന്നാ പിന്നെ വാ, നമുക്ക് പോയി നോക്കാം.
എന്ത് രസമായി കൊട്ടാരം കാണാൻ. കൊട്ടാരം എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര ഭീകരമായ കൊട്ടാരമായിരിക്കുമെന്ന്. ഞങ്ങളുടെ കൊട്ടാരം അങ്ങനല്ല. ഓ, ഇവിടെ ഉണ്ടായിരുന്നോ? ദാ ദാ ഇത് നോക്കി. ഓ വാവ്, ഇതിനകത്ത് ഇങ്ങനെ റൂം ഉണ്ടായിരുന്നോ? അല്ല വിദ്യ, ഇത് എവിടെ പോയി? അത് കറക്റ്റ് ടൈമിൽ മുങ്ങുമല്ലോ. ആമി ദാ നോക്കിയേ. ഈ ബുക്കിൽ നിന്ന് എന്താ ഇങ്ങനെ പ്രകാശം വരുന്നത്? ചിലപ്പോൾ ഇതിലായിരിക്കും അവരുടെ ഫുൾ സ്റ്റോറി. അത് ശരിയാ. ഡാ അർജുനെ, എന്താ നിങ്ങളുടെ അങ്ങോട്ടും നോക്കിയേ. ആ, അപ്പോ വൃന്ദയുടെ പുനർജന്മമാണോ ഞാൻ? അതെ. ഇതിപ്പോ ഗൗതവും അമ്മുവും ആമിയും കഥയിലുണ്ടല്ലോ. ഓ, എനിക്ക് കഥ അറിയാനുള്ള ഇൻട്രസ്റ്റ് കൂടി. അമ്മു വാ, വന്നീ ബുക്ക് തുറക്ക്. ഞാനോ? അതെ, നീ തന്നെ. ഞാൻ തുറക്കില്ല, ആമിയുടെ തുറക്കാൻ പറ. ആമിയല്ല, നീയാ തുറക്കണ്ടേ. ഇത് ചിലപ്പോ വിദ്യ എഴുതി വെച്ച ബുക്കാണെങ്കിലോ? അത് ശരിയാ, നീ തുറക്ക്. എന്റെ കൃഷ്ണ കാത്തോണേ, ഇതിനകത്തുനിന്ന് എന്താടാ വെട്ടമൊക്കെ വരുന്നത്? അത് കാര്യാക്കണ്ട, നീയാ തുറന്നു നോക്ക്. ആ, ഇത് വിദ്യയല്ലേ? ഒരിക്കൽ നിങ്ങൾ സത്യം അറിയും ഈ ദിനസരിയിലൂടെ. ആ, എടാ, ദേ അവള് ഏറി നിൽക്കുന്ന. അവള് മാത്രമല്ലല്ലോ നമ്മള്. അയ്യോ അമ്മേ, നിന്ന് കിടന്ന് മോങ്ങാതെ എന്തേലും വഴി ആലോചിക്ക്. ഈ ഏറി നിൽക്കുന്ന ഞാൻ എങ്ങനെ വഴി കണ്ടുപിടിക്കാനടാ പറ്റി? അയ്യോ, എനിക്ക് വീട്ടിൽ പോണേ. ഓ, നിന്ന് മോങ്ങാതെ എന്തേലും ചെയ്യ്. എടാ, നമ്മളിത് എവിടാ? ആ, ഡാ, നീ തന്നല്ലേ? ഞാൻ തന്നല്ലേ? എന്ത്? അല്ല, ഞാൻ തന്നല്ലേ? നീ തന്നല്ലേ? നിനക്ക് എന്തടി? അതല്ലടാ, ഞാൻ വിചാരിച്ച മറ്റേ പടക്കള സിനിമ പോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന്. അതിലൂടെ അല്ലേ? ഓ, നിന്ന് സിനിമ കഥ പറയാതെ ആരോടെങ്കിലും ഒന്ന് ചോദിക്കടാ ഇത് ഏത് സ്ഥലമാണെന്ന്. വെയിറ്റ്, ഞാൻ ചോദിക്കാം. അതെ അങ്കിൾ, ഇയാളെന്നെ കണ്ടില്ലേ? കണ്ണുപൊട്ടനാണെന്ന് തോന്നുന്നു. കണ്ണുപൊട്ടനൊന്നും അല്ല. ദേ നോക്കിയേ, ഇവിടെ നിൽക്കുന്ന ഒരാൾക്ക് പോലും നമ്മളെ കാണാൻ പറ്റില്ല. അതെന്താ? ഇവിടെ ഉള്ളവരെല്ലാരും കണ്ണുപൊട്ടന്മാരാണോ? എങ്ങനെ സാധിക്കുന്നു? കഴിവാ, കൊഴിവേറി. നീ എന്താ പറഞ്ഞു വരുന്ന അമ്മു? അത് നമ്മളെ ഇവർക്ക് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും പരിചയമില്ലാത്തവരെ കണ്ടാ വന്ന് സംസാരിക്കുമല്ലോ. ആ, സംസാരിക്കും. പക്ഷെ ഇവർ നമ്മളടുത്ത് സംസാരിച്ചില്ല. അതെന്താ? കാരണം അവർക്ക് നമ്മളെ കാണാൻ പറ്റില്ല. പറ്റില്ലേ? അപ്പോ നമ്മൾ മരിച്ച ആത്മാക്കളായോ? എടി അമ്മു, നീ എന്താടി ആ ബുക്ക് ചെയ്തേ? ദേ മിണ്ടരുത്. നീയൊക്കെ തന്നെ ഇല്ലേ പറഞ്ഞ ആ ബുക്ക് തുറക്കാൻ? എന്നിട്ടിപ്പോൾ എല്ലാം എൻ്റെ മണ്ടയ്ക്ക്. കൊള്ളാം. ഓ, നിങ്ങളിങ്ങനെ അടി കൂടാതെ. എനിക്ക് തോന്നുന്നത് നമ്മൾ ടൈം ട്രാവൽ ചെയ്ത് വന്നതാന്നാ. ടൈം ട്രാവലോ? അതെ, ചില സിറ്റുവേഷനിൽ ബോഡി വിട്ട് സോള് ടൈം ട്രാവൽ ചെയ്യും. അതായിരിക്കും നമുക്ക് സംഭവിച്ചത്. വാവ്, വണ്ടർഫുൾ. അപ്പോൾ നമുക്കിനി നമ്മുടെ ബോഡിയിലോട്ട് തിരിച്ചു പോകാൻ പറ്റില്ലേ?
അതറിയില്ല, ബട്ട് ഇതിനെല്ലാം കാരണം ആ ബുക്കല്ലേ. അതിലെന്താ വിദ്യയുടെയും വൃന്ദയുടെയും ഫുൾ സ്റ്റോറി. ചിലപ്പം അവരുടെ കഥ നേരിട്ട് കാണാൻ വേണ്ടി നമ്മളെ ടൈം ട്രാവൽ ചെയ്യിപ്പിച്ചാണെങ്കിലോ? അങ്ങനെയും ചിന്തിക്കാലോ. ശരിയാ ആമി പറഞ്ഞത്. അത് നിനക്കെങ്ങനെ അറിയാം? ദേ നോക്ക്, കുന്തളദേശ കൊട്ടാരം. അപ്പോ ആമി പറഞ്ഞത് ശരിയാ. ഇനി അറിയേണ്ടത് ഇത് ഏത് വർഷമാണെന്നാ. അതെങ്ങനെ അറിയും? ദേ അവിടെ കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുന്ന കണ്ടില്ലേ, അവിടെ പോയി നോക്ക്. ഓക്കെ, എന്തായി? കിട്ടി. ഇത് ഏത് വർഷമാ? 1926. അപ്പോൾ നമ്മൾ 100 വർഷം പുറകോട്ട് വന്നോ? അതെ. ഇവരൊക്കെ ഇത് എങ്ങോട്ട് ഓടുവാ? അറിയില്ല, വാ നോക്കാം. വൻ അടിയാണല്ലോ അളിയാ. അടിയല്ലടാ, വാൾപ്പയറ്റ്. ആ, എന്നാലും ഇതാരായിരിക്കും? ഓ, ഈ കോഴികളെ കൊണ്ട്. ദേ ആമി. ആമി അല്ല, വൃന്ദ. So beautiful.